പാലക്കാട് നടന്ന വന്ദേ ഭാരത് സ്വീകരണ പരിപാടിയിലുണ്ടായ സംഭവ വികാസങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വീണ്ടും ചർച്ചയാവുകയാണ്. എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന വന്ദേ ഭാരത് ട്രെയിൻ ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്തതിനു ശേഷം പാലക്കാട് നടത്തിയ സ്വീകരണ ചടങ്ങാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഷൊർണൂർ വഴിയും കോയമ്പത്തൂർ വഴിയും വന്ദേ ഭാരത് പോകുന്നുണ്ട് എങ്കിലും പാലക്കാട് ജംഗ്ഷൻ വഴി പോകുന്നത് ആദ്യമായതിനാൽ റെയിൽവേ വലിയ സ്വീകരണം ഒരുക്കിയിരുന്നു. ബഹിഷ്കരണത്തിന് പ്രധാന കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചടങ്ങിൽ പങ്കെടുത്തതാണ്. റെയിൽവേയുടെ പ്രോട്ടോകോൾ പ്രകാരം പ്രാദേശിക MLA ക്ഷണിക്കുന്നത് പതിവായതിനാൽ രാഹുലിനും ക്ഷണം നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിനെതിരെ BJP നിലപാടെടുത്തതാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മിനി കൃഷ്ണകുമാർ കൗൺസിലർ സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതും ഇതിന്റെ പശ്ചാത്തലത്തിൽ ഓർമ്മിക്കപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിട്ടുള്ള മറ്റു പരിപാടികളിലും വിവാദങ്ങൾ ഉയർന്നിരുന്നു. VD സതീശൻ ആശാ സമരവേദിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ രാഹുൽ അവിടെ ഉണ്ടെങ്കിൽ താൻ വേദിയിൽ വരില്ലെന്ന് പറഞ്ഞതും പിന്നീട് രാഹുൽ ഇറങ്ങിപ്പോയതുമാണ് മറ്റൊരു ഉദാഹരണം. അതുപോലെ മന്ത്രി V ശിവൻകുട്ടിയോടൊപ്പം രാഹുൽ പങ്കെടുത്ത മറ്റൊരു ചടങ്ങിലും വിശദീകരണം നൽകേണ്ടി വന്നു. ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വിവാദങ്ങളുടെ ചുറ്റളവിലാണ് എന്നതാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം പല രാഷ്ട്രീയ വിഭാഗങ്ങൾക്കും ഇപ്പോഴും സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. BJPയുടെ ബഹിഷ്കരണ തീരുമാനം രാഹുലിനെതിരായ രാഷ്ട്രീയ അകലം വ്യക്തമാക്കുന്നു. ഇതോടെ കേരളത്തിലെ രാഷ്ട്രീയ ബന്ധങ്ങളുടെയും പാർട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളെക്കാൾ അദ്ദേഹത്തിന്റെ ജനപക്ഷ നിലപാടും തന്റെ മേഖലയോടുള്ള ഉത്തരവാദിത്ത ബോധവുമാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്. വിവാദങ്ങൾക്കപ്പുറം രാഹുൽ ജനങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രതിനിധിയായാണ് നിലകൊള്ളുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പിടിക്കാനുള്ള ഓട്ടത്തിൽ നിൽക്കുന്ന പാർട്ടികൾ രാഹുലിനെ തളർത്താൻ നോക്കുമ്പോൾ അതിന് സാധിക്കില്ലെന്ന സന്ദേശവും പാലക്കാട് നൽകുന്നുണ്ട്.